സ്നേഹിക്കണം എന്നും അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടണം എന്നും ആഗ്രഹമുള്ളപ്പോഴും ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ആളുകളെ മനഃപൂർവ്വം ഒഴിവാക്കാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? ഒരു പക്ഷേ അവർക്ക് ഫിയർ ഓഫ് വൾണറബിലിറ്റി ആയിരിക്കാം. ഞാൻ സ്വാതി ചന്ദ്രൻ, ബോധസൈല ചീഫ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫിയർ ഓഫ് വൾണറബിലിറ്റിയെ പറ്റിയാണ്. ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ തന്നെ ആ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടായാൽ ഞാൻ ആ പെയിൻ എങ്ങനെ സഹിക്കും എന്ന് പേടിച്ചിട്ട് ചില ആളുകൾ അവർക്കും ആ വ്യക്തിക്കും ഇടയിൽ ഒരു മതിൽ സൃഷ്ടിക്കാറുണ്ട്. ആ മതിലിന് കാരണം ഒരു പക്ഷേ അവർക്ക് മുൻപുണ്ടായിരുന്ന റിലേഷൻഷിപ്പുകൾ, അതിപ്പോ സുഹൃത്താവട്ടെ അല്ലെങ്കിൽ പാർട്ട്ണർ ആവട്ടെ, ആ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയ ട്രോമാസ് കാരണമായിരിക്കാം. അപ്പൊ അവർക്ക് താൻ ഇത്രയും വിശ്വസിച്ച് താൻ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്റെ എല്ലാ ഇൻസെക്യൂരിറ്റീസും ഷെയർ ചെയ്ത ആൾക്കാർ പോലും തന്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ, തന്നെ ഇട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ പുതിയൊരാളെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നൊരു പേടി ഉണ്ടായിരിക്കും. അതേസമയം ഇവർക്ക് സ്നേഹിക്കപ്പെടണമെന്നുള്ള ആഗ്രഹവും ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. കാരണം നമ്മൾ ഒരുപാട് വിശ്വസിച്ച ആൾക്കാർ പോലും, നമ്മൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്ത ആൾക്കാർ പോലും നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് അറിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ നിന്നിട്ടില്ല. പിന്നെ എങ്ങനെ പുതിയൊരു മനുഷ്യനെ ചൂസ് ചെയ്യും? അപ്പോഴാണ് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വരുന്നത്, നിങ്ങൾക്ക് ഫിയർ ഓഫ് വൾണറബിലിറ്റി ആണ്. അതായത് നിങ്ങൾക്ക് ഒരു അറ്റാച്ച്മെന്റ് തിയറി പ്രകാരം മനുഷ്യർ കൂടെ ഉണ്ടാകണം അല്ലെങ്കിൽ എല്ലാവരും സ്നേഹിക്കപ്പെടണം എന്നൊക്കെയുള്ള ആഗ്രഹം കാണും. നിങ്ങൾ ഇങ്ങനെ മതിലുകൾ സൃഷ്ടിക്കുമ്പോൾ പിന്നെ എങ്ങനെ മനുഷ്യർക്ക് നിങ്ങളോട് അടുക്കാൻ കഴിയും? അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫിയർ ഓഫ് വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അതാണ് സേഫ് എന്നായിരിക്കും. പക്ഷെ അതത്ര സേഫ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് എപ്പോഴും മനുഷ്യന്മാരെ വേണം എന്നുള്ളത് മനസ്സിലാക്കുക. എങ്ങനെ ഈ ഫിയർ ഓഫ് വൾണറബിലിറ്റിയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അടുത്ത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദിസ് ഈസ് മൈ ഫസ്റ്റ് പോയിന്റ്. അക്സെപ്റ്റ് യുവർ ഇംപെർഫെക്ഷൻസ് ആൻഡ് ഹോൾഡ് ദ ബിലീഫ് ദാറ്റ് യു ആർ വർത്തി ഓഫ് ലവ്. നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ഇംപെർഫെക്ഷൻസോ ഇൻസെക്യൂരിറ്റീസോ ഒക്കെ ഉണ്ടായിരിക്കും. അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നു എന്ന് തോന്നുന്നു ഇംപ്രൂവ് ചെയ്യുക. എന്തൊക്കെ തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിലും ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും എല്ലാവരും സ്നേഹിക്കപ്പെടാനുള്ള ഒരുപാട് തരത്തിലുള്ള സ്ട്രെങ്തുകളും അല്ലെങ്കിൽ ക്വാളിറ്റീസും ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. മൈ നെക്സ്റ്റ് പോയിന്റ് ഇസ് സ്റ്റോപ്പ് സെൽഫ് ബ്ലെയിമിങ് ആൻഡ് ഷോ സെൽഫ് കമ്പാഷൻ. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ, ഞാൻ അവരോടത് ഷെയർ ചെയ്തത് കൊണ്ടാണല്ലോ അവരെ ഇട്ടിട്ട് പോയത് എന്ന് വിചാരിക്കാതെ, നിങ്ങൾ ഇട്ടിട്ട് പോകുന്ന ആളുകൾക്കും അവരുടെ റിയാക്ഷനും ഒക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ഇംപെർഫെക്ഷൻസ് ശരിയാക്കാൻ കഴിയുന്നതാണെങ്കിൽ നിങ്ങൾ ശരിയാക്കുക. നിങ്ങൾക്ക് ശരിയാക്കാൻ കഴിയാത്തതാണെങ്കിൽ അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഫോർവേഡ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്ട്രെങ്തുകളും ഒരുപാട് കാണും. അതിന് നന്നായിട്ട് വളർത്താൻ ശ്രമിക്കുക. തേർഡ് വൺ ഈസ് കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. അതായത് നിങ്ങളുടെ ഭയം ശരിയാണ്, നിങ്ങളുടെ ട്രോമ റെസ്പോൺസ് പോലെ നിങ്ങൾക്ക് ആ ഒരു വൾണറബിലിറ്റി ഇഷ്യൂസ് വരികയും ചെയ്യും. അയ്യോ, ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നെ വെറുക്കും എന്നുള്ള പേടിയൊക്കെ നിങ്ങൾക്ക് വരും. പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നോക്കുക. ഷെയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു 10 പേരോട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ 2 പേര് പക്ഷെ നിങ്ങൾ റിജക്ട് ചെയ്യുമായിരിക്കാം. പക്ഷെ 8 പേരെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടാകും. പക്ഷെ 8 പേരുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാതിലുകൾ തുറന്നേ പറ്റൂ. നിങ്ങൾ നിങ്ങളുടെ നാവും നിങ്ങളുടെ മനസ്സും തുറന്ന് സംസാരിച്ചേ പറ്റൂ. എന്റെ കുറവുകൾ അറിഞ്ഞാൽ ആളുകൾ എന്നെ റിജക്ട് ചെയ്യും എന്നൊരു ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റി, നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കാൻ കഴിയാത്ത, അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കുറവുകളും കൂടി പറയാൻ കഴിയുന്നതായിരിക്കണം നിറവുള്ള ഒരു റിലേഷൻഷിപ്പ്. പഠനങ്ങളൊക്കെ പറയുന്നത് ധൈര്യമായിട്ട് നമ്മുടെ കുറവുകളെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന റിലേഷൻഷിപ്പുകൾ ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ആളുകൾ നമ്മളെ കളിയാക്കുമോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള ഭയം കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ വൾണറബിലിറ്റീസും നിങ്ങളുടെ സ്ട്രെങ്തും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന സുഹൃത്ത് ബന്ധങ്ങളോ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളോ ആണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. വൾണറബിൾ ആയി പോയി കഴിഞ്ഞാൽ, എന്റെ മോശം വശം ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല എന്നുള്ള നിങ്ങളുടെ ആ ഭയം മാറ്റി വെച്ചിട്ട്, അങ്ങനെ ആ ഭയത്തോടു കൂടി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ആരുമില്ല എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ ഭയം മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ കുറവുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളോ ഒക്കെ ആളുകളോട് ഷെയർ ചെയ്ത് തുടങ്ങുക. ഒറ്റയടിക്ക് ഈ ഒരു പ്രശ്നം മാറുന്നതല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളോടുകൂടി നിങ്ങൾക്ക് ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റെപ്പുകൾ എടുത്തിട്ട് ഫിയർ ഓഫ് വൾണറബിലിറ്റി പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒത്തിരി തെറാപ്യൂട്ടിക് ടെക്നിക്സ് നമുക്ക് അത് പരിഹരിക്കാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും ബോധയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാം. താങ്ക്